UK അബൂ സഹ്ല ഇസ്ലാമിക നവോത്ഥാനത്തിന് പാട്ടുകെട്ടിയ ആൾ. ബിഷാറ മുജീബ്. ഇസ്ലാം മലയാളത്തിൽ തളിർക്കാനും പൂത്തുലയാനും സർഗാത്മകതയെ എക്കാലത്തെയും മലയാളി മുസ്ലിം കൂട്ടുപിടിച്ചിട്ടുണ്ട്. വാമൊഴിയായും എഴുത്തായും കലയെയും സാഹിത്യത്തെയും അവർ കൂടെ കൂട്ടി. ആശയങ്ങളെ പാട്ടായും കവിതയായും നാടകമായും അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് കേരളത്തിലെ മാപ്പിളപ്പാട്ടുകൾക്ക്. അറബി മലയാളത്തിലും പിന്നീട് മലയാളത്തിലും എഴുതപ്പെട്ട മാപ്പിളപ്പാട്ട് ശാഖയിൽ ഏറ്റവും പഴക്കം ചെന്നത് ഖാദി മുഹമ്മദിന്റെ മൊഹീദ്ദീൻ മാലയാണ്. 200ഓളം മാലപ്പാട്ടുകൾ മാപ്പിള പരിസരത്ത് നിന്ന് ഉയർക്കൊണ്ടിട്ടുണ്ട്. പടപ്പാട്ടുകളും കപ്പപ്പാട്ടുകളും ഒപ്പനപ്പാട്ടുകളും മദ്ഹുകളും പിന്നീട് ഒരുപാടുണ്ടായി. അതോടെ മാപ്പിളപ്പാട്ട് കൂടുതൽ ജനകീയമായി. അപ്പോഴേക്കും അരാജകത്വ പ്രവണതകളും ജീർണതയും മാംസനിബദ്ധതയും മാപ്പിളപ്പാട്ട് ശാഖയെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിരുന്നു. ഈ ഒരു പശ്ചാത്തലം വെച്ച് വേണം UK അബൂ സഹ്ലയുടെ പാട്ടും പറച്ചിലും ജീവിതവും പഠനവിധേയമാക്കാൻ. മാപ്പിളപ്പാട്ട് കവിതകളിൽ സവിശേഷമായ ഒരു ആസ്വാദന മണ്ഡലത്തിലാണ് അബൂ സഹ്ല അടയാളപ്പെടുത്തപ്പെട്ടത്. മാപ്പിളപ്പാട്ടിൽ ഇസ്ലാമിക ഗാനശാഖയിലെ ആചാര്യനാണ് അബൂ സഹ്ല എന്ന കവി. മാപ്പിളപ്പാട്ടുകൾ ഇസ്ലാമിക ഗാനമെന്ന പുതുവഴിയിലേക്ക് പതിയെ പരുവപ്പെട്ടത് UK തൂലികയിലൂടെയാണ്. വളരെ വിസ്തൃതമായ കാവ്യലോകത്തിന്റെ ഭൂമികയാണ് UK പാട്ടുകൾക്കുള്ളത്. കേവലം ആത്മീയ ലോകങ്ങളെക്കുറിച്ച് മാത്രം എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു കവി എന്ന ഫ്രെയിമിൽ UK ഒതുക്കി നിർത്താനാവുകയില്ല. ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനങ്ങൾക്ക് ഊടും പാവും നെയ്യുന്നതിൽ UK അനൽപമായ പങ്കാണ് വഹിച്ചത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചിന്തയെ പാട്ടുവഴിയിലൂടെ നടത്തിയയാൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കാണേണ്ടത്. പ്രസ്ഥാനം അണികളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും ആകർഷണീയമായ രീതിയിൽ പാട്ടിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു. ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ വലിയ ആവേശത്തോടെ ശ്രോതാക്കൾ പാട്ടിലെ ആശയങ്ങളെ നെഞ്ചേറ്റി. തൗഹീദും റിസാലത്തും ആഖിറത്തും പാട്ടിലെ പ്രധാന വിഷയമാക്കുന്നതും അത് ആകർഷണീയ ശൈലിയിൽ ആസ്വാദന തലത്തിൽ എത്തിക്കുന്നതും ഒരു പാട്ടെഴുത്തുകാരനെ സംബന്ധിച്ച് ഭാരിച്ച പണിയാണ്. സ്തുതിഗീതങ്ങളും ആശംസാപാട്ടുകളും കവിതാശകലങ്ങളും പ്രവാചക കഥാകഥനങ്ങളും ഖണ്ഡകാവ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് UK കാവ്യലോകം. മാപ്പിളപ്പാട്ടിന്റെ ക്ലാസിക്കൽ നിയമാവലികളായ കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി തുടങ്ങി പ്രാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് UK മിക്ക രചനകളും. പ്രസ്ഥാനം ഏറെ പ്രാമുഖ്യത്തോടെ മുന്നോട്ട് വെച്ച സ്ത്രീ നവോത്ഥാനം, സ്ത്രീകളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് അവബോധം, സ്ത്രീ പ്രശ്നങ്ങളോടുള്ള സമീപനം തുടങ്ങിയ ആശയങ്ങളോടൊപ്പമാണ് UK ഗാനങ്ങളും സഞ്ചരിക്കുന്നത്. നാട്ടുംപുറത്തെ ജീവിതം പോലെ തന്നെയായിരുന്നു UK പാട്ടെഴുത്തും. മക്കാനിയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കെ, കന്നുപൂട്ടിക്കൊണ്ടിരിക്കെ, ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കെ, ബീഡി തെരച്ചുകൊണ്ടിരിക്കെ വെളിപാട് പോലെ ഗാനശകലങ്ങൾ UK ഭാവനയിലെത്തും. ഉടനെ സാധനങ്ങൾ ഒരു ഭാഗത്ത് വെച്ച് കീശയിൽ നിന്ന് പേനയും കടലാസും എടുത്ത് അപ്പോൾ തന്നെ എഴുതി വെക്കും. എഴുതിയ വരികൾ 2-3 ആവർത്തി വായിച്ചു നോക്കും. വാർഷിക പരിപാടികൾക്കും മറ്റും കുട്ടികൾക്ക് പാടാനും അവതരിപ്പിക്കാനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക രചനകളും. ജനകീയനായ UK ഗാനങ്ങളിൽ ഒന്നെങ്കിലും അറിയാത്ത നാട്ടുകാരുണ്ടായിരുന്നില്ല. നന്നേ ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ ഏതാനും വരികളെങ്കിലും അവർക്ക് മനഃപ്പാഠമായിരിക്കും. തൊട്ടിലിൽ കുഞ്ഞിനെ പാടിയുറക്കുന്ന ഉമ്മമാരുടെ ചുണ്ടിലൂടെ UK താരാട്ടുപാട്ടുകൾ മന്ത്രമധുരമായി ഒഴുകി. പ്രസ്ഥാനമണിഞ്ഞ് ബഹിഷ്കൃതനായി. UK അബൂ സഹ്ല എന്ന ഇബ്രാഹിം അഹമ്മദ് ഹസനെ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ മാത്രമാണ് മലയാളം ചർച്ച ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനവുമായി UK ജീവിതം എത്രത്തോളം ഇഴചേർന്നിരിക്കുന്നു എന്നുകൂടി വായിക്കപ്പെടേണ്ടതുണ്ട്. അതിനനിവാര്യമായത് UK പ്രസ്ഥാന ജീവിതം അറിയുക, UK പാട്ടുജീവിതം അറിയുക, UK സാമൂഹിക സാംസ്കാരിക ജീവിതം അറിയുക എന്നത് തന്നെയാണ്. UK സീമന്തപുത്രൻ UK മുഹമ്മദ് അലി രചിച്ച UK അബൂ സഹ്ലയുടെ ജീവിതയാത്ര എന്ന IPH പുറത്തിറക്കിയ പുസ്തകമാണ് UK അറിയാനുള്ള ഏക ഉപാധി. UK കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാനായി അദ്ദേഹം പിതാവിനെ കുറിച്ച് ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിരുന്നു. ആ എഴുത്തുകൾ മക്കൾ മാത്രം അറിഞ്ഞാൽ പോരാ, പൊതുസമൂഹത്തെ കൂടി അറിയിക്കേണ്ടതുണ്ട് എന്ന് കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അതൊരു പുസ്തകമായി പിറവിയെടുക്കുന്നത്. മകൻ പിതാവിനെ കുറിച്ച് എഴുതിയ വ്യത്യസ്തവും ആകർഷകവുമായ ആഖ്യാന ശൈലിയിലുള്ള ആ എഴുത്ത് വായിച്ചു തീരുമ്പോൾ പൂർണ്ണമായും നമുക്ക് മനസ്സിലാകും അദ്ദേഹം പാട്ടുകൾ വെറുതെ എഴുതിയതല്ലെന്നും താൻ വിശ്വസിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നുവെന്നും.
ചെറൂപ്പ ഉണിക്കൂർ അഹമ്മദ് ഹാജിയുടെയും ബീവി ഫാത്തിമയുടെയും ഏറ്റവും ഇളയ മകനാണ് UK അബൂ സഹ്ല. നാട്ടിൽ 7ാം ക്ലാസ് മുഴുമിപ്പിക്കുന്നതിനു മുന്നേ മകനെ മതപണ്ഡിതനാക്കാനായി പിതാവ് കക്കോവിലെ പള്ളി ദർസിൽ ചേർത്തു. അക്കാലത്തെ അവിടെ ഭൗതിക ദീനീ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുള്ള നൂതന പാഠ്യപദ്ധതി അനുസരിച്ചായിരുന്നു പഠിപ്പ്. ജുമുഅ കുത്തുബ പരിശീലനവും പ്രസംഗ പരിശീലനവും ഗാനരചനാ ശില്പശാലകളും ഉൾപ്പെട്ട ആ പാഠ്യപദ്ധതിയാണ് UK ഗാനരചനാ വൈഭവത്തിന് പ്രോത്സാഹനമായത്. സുന്നി ആശയക്കാരനായ പിതാവ് മകനെ തുടർന്ന് വാഴക്കാട് ദാറുൽ ഉലൂമിൽ പഠിപ്പിച്ചത് നാട്ടിലെ യാഥാസ്ഥിക വിഭാഗത്തിന് പിടിക്കാത്തതിനാൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. KC അബ്ദുള്ള മൗലവിയും K മൊയ്തു മൗലവിയും പുരോഗമന ആശയവും ഒക്കെ അവിടെ വെച്ചാണ് UK സഹപാഠികളാവുന്നത്. ദാറുൽ ഉലൂമിന്റെ വാഴക്കാട്ടെ പ്രവർത്തനം നിർത്തിവെച്ചപ്പോൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടും പ്രസ്ഥാന പിരിശവും വളരുകയാണ് ചെയ്തതെന്ന് പുസ്തകം വിശദീകരിക്കുന്നുണ്ട്. മകന്റെ ജമാഅത്ത് ബന്ധം നാട്ടുകാരുടെ സംസാരത്തിലൂടെ അറിഞ്ഞ അഹമ്മദ് ഹാജി പിഴച്ചുപോയ മകൻ തനിക്കും തറവാടിനും ചീത്തപ്പേര് വരുത്തുമെന്ന് ഭയന്നു. വീട്ടിൽ വാക്കേറ്റം പതിവായി. ഇനി തന്റെ കൺമുന്നിൽ ഇങ്ങനെയൊരു മകനെ കണ്ടുപോകരുതെന്ന് പിതാവ് ശഠിച്ചു. അന്ന് ഭാര്യയെയും 1.5 വയസ്സായ മകളെയും കൂട്ടി നെഞ്ചോട് ചേർത്ത പ്രസ്ഥാനത്തിനു വേണ്ടി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നടത്തുന്ന സന്ധിയില്ലാ സമരത്തിന്റെ വിജയത്തിനു വേണ്ടി നാടും വീടും ഉപേക്ഷിച്ചുള്ള UK പലായനമാണ് ചേന്ദമംഗലൂരിലും KCയിലും ചെന്നെത്തിയത്. അത് UK സ്വന്തം ജീവിതത്തെക്കാൾ പ്രസ്ഥാനത്തിന് ഉപകാരപ്പെട്ട വലിയ കഥ UK മുഹമ്മദ് അലി പങ്കുവെക്കുന്നത് UK ഒരു വെറും പാട്ടുകാരൻ എന്ന നിലപ്പുറം അറിയാൻ കഴിയാതെ പോയ പ്രസ്ഥാന വൃത്തത്തെയും പൊതുസമൂഹത്തെയും അറിയിക്കുക എന്ന ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ടാണ്. താമസം, ജോലി, കലാവൈഭവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ ഇതൊക്കെയും അദ്ദേഹത്തിന് ചുറ്റും ഒരുക്കപ്പെട്ടത് അന്നാട്ടുകാരാൽ തന്നെയായിരുന്നു. അതിനു പകരമായി UK അവിടത്തുകാർക്ക് അതുവരെ പരിചയമില്ലാത്ത ജീവിതം തന്നിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. തലയിൽ വട്ടക്കെട്ട് കെട്ടി മദ്രസയിൽ കിതാബ് ഓതിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പള്ള നിറച്ച് ബാങ്കും ഇഖാമത്തും ഇമാമത്തും കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു രൂപമേയല്ല ഒരു മൗലവിക്ക് വേണ്ടതെന്നും കാണിച്ചു കൊടുത്തു. സ്വയം കുറ്റിയടിച്ചു പണിത വീട് മുതൽ അധ്യാപകൻ, കൃഷിക്കാരൻ, ഖത്തീബ്, കവി, കടത്തുകാരൻ, കേടുവന്ന കുട, ടോർച്ച്, ചെരുപ്പ്, സിഗാർ ലൈറ്റർ, ബാഗ് തുടങ്ങിയവ റിപ്പയർ ചെയ്യുന്ന ജോലിക്കാരൻ, മീൻപിടുത്തക്കാരൻ, പ്രഭാഷകൻ, പാതയോരങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നടുന്നയാൾ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. മദ്രസ കുട്ടികളെ അറബി ഭാഷ പഠിപ്പിക്കാൻ മലയാള പാഠാവലിയുടെ രൂപത്തിൽ ലിസാനുൽ അത്ഫാൽ എന്ന പുസ്തകത്തിന്റെ 3 ഭാഗങ്ങൾ തയ്യാറാക്കിയിരുന്നു. മതപ്രസംഗം കേൾക്കാനല്ലാതെ നാട്ടുകാർ ആദ്യമായി ഒരുമിച്ച് കൂടിയ മദ്രസ വാർഷിക ദിനത്തിൽ ഒരു പ്രദേശത്തിന്റെ നവോത്ഥാന സഞ്ചാരത്തിന് ആക്കം കൂട്ടിയ UK ഗാനങ്ങൾ ചർച്ചയായി. അദ്ദേഹത്തിന്റെ സ്ത്രീപക്ഷ ഗാനങ്ങൾ സ്ത്രീ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു. അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കഴിഞ്ഞുകൂടിയ ഒരു ഗ്രാമം പതിയെ പതിയെ നവോത്ഥാന വീതിയിലേക്ക് ആനയിക്കപ്പെട്ടു. UK മിക്ക രചനകൾക്കും സാമൂഹിക പശ്ചാത്തലം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് വേങ്ങരയിലും കുറ്റിയാടിയിലുമൊക്കെ UK സ്വീകാര്യനായി. UK കാവ്യഭാവനയുടെ വളർച്ചയിലും വികാസത്തിലും അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വലിയ സ്വാധീനമുണ്ടായിരുന്നു. യാഥാസ്ഥിക വിഭാഗങ്ങളും ഉൽപ്പതിഷ്ണുക്കളും പല സ്ഥലങ്ങളിലും ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി നാടുനീളെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് വശ്യഗാനങ്ങളുടെ അകമ്പടിയോടെ നടന്ന UK കഥാപ്രസംഗ പരിപാടികളിൽ പ്രഭാഷണ സദസ്സുകളെ കവച്ചുവെക്കുന്ന ജനബാഹുല്യം ഉണ്ടായിരുന്നു. കുറ്റ്യാടിയിൽ പ്രദേശത്തെ വിദ്യാരഹിതരായ ചുമട്ടുതൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർക്ക് ഇസ്ലാമിക ബോധനം നൽകിയിരുന്നു UK. ഖുർആൻ ബോധനവും പ്രസംഗ വിരസത ഒഴിവാക്കാൻ താൻ എഴുതിയ ഇമ്പമാർന്ന ഗാനശകലങ്ങളും ഇടകലർത്തിയായിരുന്നു ക്ലാസ്. പതിയെ പതിയെ എല്ലാവരും ക്ലാസ്സിൽ താല്പര്യത്തോടെ പങ്കെടുത്ത് അറിവ് നേടി. 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക ബോധമുള്ള ശക്തമായ ഒരു യുവ ടീമിനെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു. പ്രദേശത്തെ ആതുര സേവന രംഗങ്ങളിൽ ഈ ചുമട്ടുതൊഴിലാളികളുടെ സാന്നിധ്യം സജീവമായി. ട്രേഡ് യൂണിയനുകൾ നിലവിൽ വരാത്ത അക്കാലത്ത് കുറ്റ്യാടിയിലെ അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ UK പലയിടങ്ങളിലും ചർച്ചാ വിഷയമായി. ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം പ്രസ്ഥാനത്തെ നട്ടുവളർത്തിയ സർഗാത്മക കൃഷിക്കാരൻ കൂടിയാണ് UK. എല്ലാവർക്കും സ്വീകാര്യൻ. ആശയപരമായി തികച്ചും വ്യത്യസ്ത നിലപാടുകൾ വെച്ചു പുലർത്തിയിരുന്നവരോടും വ്യക്തിപരമായി UK വല്ലാതെ അടുത്തു നിന്നിരുന്നു. പ്രദേശത്തെ സുന്നി മുജാഹിദ് നേതാക്കന്മാരുമായി അടുത്ത വ്യക്തിബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും UK സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിൽ അതീവ താല്പര്യം കാണിച്ചു. തന്റെ പ്രശസ്ത കഥാപ്രസംഗങ്ങളായ മൂസാ നബിയും ഫിർഔനും, നൂഹ് നബിയും സമുദായവും, ഹിജ്റത്തുൻ നബി തുടങ്ങിയവ സുന്നി മുജാഹിദ് സ്ഥാപനങ്ങളിലും ധാരാളമായി അരങ്ങേറിയിട്ടുണ്ട്. മറ്റ് കഥാപ്രസംഗങ്ങൾ പോലെ സ്ത്രീ സൗന്ദര്യ വർണ്ണനയോ കെട്ടുകഥകളോ ആയിരുന്നില്ല UK കഥാവിഷ്കാരങ്ങൾ.
വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ച് അതിൻ്റെ സർഗാത്മക വിശദീകരണമാണ് യുകെയുടെ കഥാപ്രസംഗങ്ങളുടെ ഉള്ളടക്കം. ആർക്കും അഭിപ്രായ വ്യത്യാസത്തിന് ഇടം നൽകാത്ത വിധം 100% ശരിയുടെ പക്ഷത്ത് നിന്ന് എഴുതിയതായിരുന്നു ആ കഥാപ്രസംഗങ്ങളും ഗാനങ്ങളും. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഭാര്യ മരണപ്പെട്ട സമയത്ത് അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നതിനായി യുകെയുടെ മകൾ സക്കീനയെ ആളയച്ചു വരുത്തുകയായിരുന്നു. യുകെയുടെ പഠിച്ച മകൾ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഇമാമായി നമസ്കാരം നിർവഹിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനായിരുന്ന യുകെ അബൂ സഹലയുടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകയായ മകളാണ് സമസ്തയുടെ നേതാവ് കണ്ണിയത്തിന്റെ ഭാര്യയുടെ ജനാസയ്ക്ക് വേണ്ടി ഇമാമായി നമസ്കരിച്ചത്. ചെറുവായൂർ താമസക്കാലത്ത് നാട്ടുകാരനായ കുറച്ചുപേരെ ജമാഅത്ത് അനുഭാവികളാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇതേസമയം ഇസ്ലാമിന്റെ സന്ദേശം ഇതര സമുദായങ്ങൾക്കിടയിൽ എത്തിക്കാനും ശ്രമമുണ്ടായി. റമദാൻ കാലത്ത് സ്വന്തം വീട്ടിൽ ഇതരമതസ്ഥരായ പ്രമുഖർക്ക് ഇഫ്താർ വിരുന്നൊരുക്കിയായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. നോമ്പ് തുറക്ക് ഹൈന്ദവ സഹോദരങ്ങളെ ക്ഷണിക്കുന്ന പതിവ് അക്കാലത്ത് ഇല്ലാതിരുന്നതിനാൽ 80കളിലെ ഇഫ്താർ ഏറെ വിമർശിക്കപ്പെട്ടു. ഉറച്ച നിലപാടിന്റെ ഉടമ. ഒരിക്കൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് യുകെക്ക് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനയായ വിഹായസിന്റെ വിരിമാറിൽ മിന്നിത്തിളങ്ങും എന്ന ഗാനം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ചു. റെക്കോർഡിംഗ് ദിവസം യുകെ ഗായകരുമായി നിലയത്തിലെത്തി. പ്രോഗ്രാം ഡയറക്ടറുടെ റൂമിലെത്തിയ അദ്ദേഹത്തോട് നിങ്ങളുടെ ഗാനത്തിലെ ഏതാനും വരികൾ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നവയാണ്, അവ ഒഴിവാക്കിയാൽ ആകാശവാണിയിൽ നിങ്ങളുടെ രചന അവതരിപ്പിക്കാം എന്നറിയിച്ചപ്പോൾ ആ വരികളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം എഴുതിയ പ്രസ്തുത വരികൾ ഒഴിവാക്കി എനിക്ക് പരിപാടി അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. താൻ ശരിയെന്ന് വിശ്വസിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ എപ്പോഴും അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. 37 വർഷം മുമ്പ് വിട പറഞ്ഞ യുകെയെ നേരിൽ കാണാൻ കഴിയാത്തവർക്ക് അദ്ദേഹത്തിന്റെ അസ്പഷ്ടമായ മുഖചിത്രം മാത്രമേ മനസ്സിലുണ്ടായിരിക്കാനിടയുള്ളൂ. യുഹായസിന്റെ വിരിമാറിൽ അബൂ സഹലയുടെ പാട്ടുകെട്ട് എന്ന പേരിൽ ജാബിർ സുലൈം സമാഹരിച്ച് IPH പുറത്തിറക്കിയ പുസ്തകത്തിലെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ രൂപപ്പെട്ട ഒരു മുഖമാണ് യുകെക്കുള്ളതെന്ന് ചിലർ പറയുന്നു. വ്യക്തമല്ലാത്ത ചില ഫോട്ടോകളിലെ രൂപം നോക്കി ഒരു മുഖം തമന്ന സിത്താര വാഹിദിന്റെ വിരൽത്തുമ്പിൽ നിന്ന് ചിത്രീകരിക്കപ്പെട്ടു എന്നത് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ടതാണ്. യുകെയുടെ ഇഷ്ടശിഷ്യനും സഹപ്രവർത്തകനുമായ ഒ അബ്ദുറഹ്മാന്റെ അവതാരികയും പ്രിയ ശിഷ്യർ ടി ആരിഫ് അലി, PK ജമാൽ, KP കമാലുദ്ദീൻ എന്നിവരുടെ ഓർമ്മകളും PT കുഞ്ഞാലിയുടെ ഒരു പാട്ട് പഠനവും അനുബന്ധമായി ചേർത്തത് പുസ്തകത്തിന് വലിയ മുതൽക്കൂട്ടാണ്.